ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ കൊച്ചടുക്കളയിലാണ്. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് 2-3 ദിവസത്തിലൊരിക്കൽ എനിക്കിപ്പോൾ വീഡിയോ ഇടാൻ പറ്റുന്നുള്ളൂ. കുറച്ച് തിരക്ക് കൂടി വരുന്നു. എങ്കിലും ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അത് ഷൂട്ട് ചെയ്തിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ ഹെൽത്ത് ബേസ്ഡാണ് കൂടുതൽ കാര്യങ്ങൾ നോക്കുന്നത്. അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ ഒരു ഹെൽത്തി ദോശയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകണം. അതിൻ്റെ കൂടെ ഒരു നല്ല ഒരു എന്താ പറയുക, ചട്നി എന്ന് പറയാം നമുക്ക്, അല്ലെങ്കിൽ ഒരു അങ്ങനെ തന്നെ പറയാം. ഓക്കെ, നല്ല ഒരു സ്പൈസി ചട്നിയൊക്കെ ആയിട്ട് ഗംഭീരമായിട്ട്. അപ്പോൾ ഇതൊരു ഹൈ പ്രോട്ടീൻ ദോശയാണ്. ഹൈ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ ഇതിൽ ഉപയോഗിക്കുന്ന 2 കാര്യങ്ങളും നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇത് നോക്കിക്കോളൂ. ഇതിപ്പോൾ പയറാണ്, ചെറുപയർ വെള്ളത്തിൽ കുതിർത്തത്. നല്ല ഇതിൻ്റെ ഹൈ പ്രോട്ടീൻ. ഇത് വേണമെങ്കിൽ കുതിർത്ത് പിന്നെ നമ്മൾ തുണിയിൽ കെട്ടി വെച്ചിട്ട് അതിൻ്റെ ഇങ്ങനെ സ്പ്രൗട്ട് വന്നു കഴിഞ്ഞിട്ട് എടുക്കുകയാണെങ്കിലും വളരെ ഗംഭീരമാണ്. ഇതിപ്പോൾ സ്പ്രൗട്ട്സ് വന്നിട്ടില്ല എങ്കിലും ഇതും ഓക്കെയാണ്. ഇത് 1 കപ്പായിരുന്നു. 1 കപ്പ് കുതിർന്നപ്പോൾ എന്തോരം ഉണ്ടെന്ന് നോക്കിയേ, ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഇത് ഹൈ പ്രോട്ടീനാണ്, പ്രോട്ടീൻ റിച്ച് ഫുഡാണിത്. ഇത് വളരെ വളരെ നല്ലത് ആരോഗ്യത്തിന്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ റാഗിയാണ്. ഇറ്റ്സ് എ മില്ലറ്റ്. റാഗി എന്ന് പറയുമ്പോൾ ലിറ്റിൽ മില്ലറ്റാണ്. ഈ ഒരു മില്ലറ്റിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഇതിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്, ഫൈബറുണ്ട്, പിന്നെ അതുപോലെ കാൽഷ്യം റിച്ചാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്ന് വരുന്ന ഒരു ദോശ, അതാണ് നമ്മുടെ ആദ്യത്തെ. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ മിക്സിയുടെ ബൗളിലേക്ക് കുതിർത്ത പയറും, ഇത് രണ്ടും ഈക്വൽ ക്വാണ്ടിറ്റിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 കപ്പ് പയർ കുതിർത്തതും ചെറുപയർ, അതോടൊപ്പം 1 കപ്പ് റാഗി അഥവാ ഇതൊരു മില്ലറ്റാണ്. ഇതുപോലെ 2 പ്രാവശ്യമായിട്ട് അരച്ചെടുക്കാം. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് തന്നെ അരയ്ക്കാം. വെള്ളം കൂടി ഒഴിക്കാം. നന്നായിട്ട് അരഞ്ഞു തുടങ്ങി. കുറച്ചുകൂടി അരയ്ക്കാം. ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല സ്മൂത്തായിട്ടുള്ള ബാറ്ററായിട്ട് മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇത് ഫസ്റ്റ് ട്രിപ്പ്. ഇനി 1 പ്രാവശ്യം കൂടി ബാക്കിയിരിക്കുന്നത് അരച്ചെടുക്കാം. സെയിം പ്രോസസ്, ബാക്കിയിരിക്കുന്ന പയറും ബാക്കിയിരിക്കുന്ന റാഗി. സെക്കൻഡ് ലോട്ട് കഴിഞ്ഞു. അതെല്ലാം അരച്ചെടുത്തു. ഓക്കെ, അങ്ങനെ നമ്മുടെ മാവ്, ദോശയുടെ മാവ് റെഡിയാണ്. ഇത് ഇൻസ്റ്റൻറ്റ് ദോശയാണ്. ഇത് പുളിക്കേണ്ട ആവശ്യമില്ല, പുളിക്കാതെ ചെയ്യേണ്ട ദോശയാണ്. അപ്പോൾ നമ്മൾ സാധാരണ ചെറുപയർ വെച്ചിട്ട് പെസറട്ട് ദോശയൊക്കെ ചെയ്യില്ല, അതിൻ്റെ മറ്റൊരു വകഭേദമാണ് ഇത്. പക്ഷേ മില്ലറ്റും കൂടി ചേർത്ത് വരുന്നതുകൊണ്ട് കുറച്ചുകൂടി ഹെൽത്തി. റാഗി ആൻഡ് പയർ ദോശ, റാഗി പയർ ദോശ എന്ന് പറയാം. പിന്നെ ഹൈ പ്രോട്ടീൻ ദോശ എന്ന് പറയാം, ഹെൽത്തി. ഞാൻ ഇത് ഇളക്കാൻ പോവാണേ, നോക്കിക്കോളൂ. അപ്പോൾ അരച്ചിട്ട് ഞാൻ ആ മിക്സിയുടെ ബൗളിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതും കൂടി മിക്സ് ചെയ്തിങ്ങനെ ഒഴിച്ചു. ഇത്രേ ഉള്ളൂ. ഇനി ഇത് ആവശ്യാനുസരണം നമുക്ക് വെള്ളം ഒഴിച്ച് ഉപയോഗിക്കാം. ഇനി കൂടുതലായിട്ട് മാവ് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് കൂടുതൽ മാവ് ആവശ്യമില്ല, ആവശ്യാനുസരണം. ഇതിപ്പോൾ എല്ലാം കൂടി ചേർത്ത് 2 കപ്പ്, 1 കപ്പ് റാഗി, 1 കപ്പ് ചെറുപയർ, അത്രേ ഉള്ളൂ. ഒരു 4-5 പേരുള്ള വീട്ടിൽ ധാരാളം മതിയാകും. ഇനി ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ നേരെ പകുതി എടുക്കുക, അതനുസരിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ വേണമെങ്കിൽ ഇപ്പോൾ നമുക്ക് റാഗി പൗഡർ വെച്ച് ചെയ്യാം, അങ്ങനെയൊക്കെ. പക്ഷേ ഇതിങ്ങനെ തന്നെ നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് ചെയ്യുമ്പോൾ ഇത് വേറൊരു ഫ്രഷ് ഫീലിംഗ് ആണ്. മാത്രമല്ല ഇത് അൺപോളിഷ്ഡാണ്. അതിൻ്റെ റാഗിയുടെ സ്കിന്നൊന്നും മാറ്റാണ്ട് അതങ്ങനെ തന്നെയല്ലേ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരുപാട് ഫൈബറിൻ്റെ അംശമൊക്കെ കിട്ടും. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ഇത് പുളിക്കേണ്ട ആവശ്യമില്ല, ഇത് ഇൻസ്റ്റൻ്റാണ്. പുളിച്ചാൽ അതിൻ്റെ ടേസ്റ്റൊക്കെ പോയി കേട്ടോ, മാറിപ്പോയി. അപ്പോൾ ഇനി ഇതിന് വേണ്ട ഒരു ചട്നി ഞാൻ തയ്യാറാക്കാൻ പോകണു. അതിന് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചേർത്തൊന്ന് വറുത്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ദോശ ചുട്ടു തുടങ്ങാം. ആദ്യം കുറച്ച് എണ്ണ ഒഴിക്കാം. ഒരുപാടൊന്നും വേണ്ട, ഒരു 1-1.5 ടേബിൾ സ്പൂൺ എണ്ണ ചൂടായി തുടങ്ങി. ഇതിലേക്ക് കുറച്ച് ഉഴുന്ന്, ഒരു 2 ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർക്കാം. ഇതിപ്പോൾ മുഴുവൻ ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കൊച്ചുള്ളി ഒരു 7 വെളുത്തുള്ളി. വലിയ അല്ലിയായിരുന്നു, അതുകൊണ്ട് ഞാൻ ഓരോന്നും 2ആയിട്ട് മുറിച്ചു. അപ്പോൾ വലിയ അല്ലിയാണെങ്കിൽ ഒരു 3 എണ്ണം, ചെറുതാണെങ്കിൽ ഒരു 6 എണ്ണം, 6 7 ആകാം. ഇതോടൊപ്പം ഒരു ചെറിയ സവാള. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകും കൂടി ചേർക്കുന്നു. അതും കൂടി ഇതിൻ്റെ കൂടെ കിടന്ന് മൂത്ത് വരട്ടെ. ഉഴുന്നിൻ്റെ എല്ലാ നിറം ഒന്ന് കുറച്ചുകൂടി മാറണം, മൂത്ത് തുടങ്ങണം എല്ലാ കാര്യങ്ങളും.
കുറച്ച് കറിവേപ്പില ഇടാൻ പോകുന്നു. നമ്മുടെ മൂളീസ് ഗാർഡനിലെ ചൈനീസ് കറിവേപ്പില ഇപ്പോൾ പറിച്ചുകൊണ്ട് വന്നതാണ്. ഇപ്പോൾ ചെറുതായി മൂക്കാനായിട്ട് കളർ മാറാൻ തുടങ്ങുന്നു. ഇനി ഈ സമയത്ത് വറ്റൽമുളക് ഒരു 7 8 എരിവിനനുസരിച്ച് 8 9 ഞാൻ 2ആയിട്ട് മുറിച്ചിട്ടുണ്ട്, അതും കൂടി ചേർക്കാം. തീ ഒരല്പം കുറച്ച് കൊടുക്കാം. എന്നിട്ട് കറിവേപ്പില, ഇനി ഇതോടൊപ്പം കുറച്ച് തേങ്ങ, ഒരു 2 ടേബിൾ സ്പൂൺ നിറച്ച് തേങ്ങ ഇല്ലെങ്കിൽ ചേർക്കണ്ട, ഉണ്ടെങ്കിൽ ചേർക്കാം. അല്ലെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്താലും മതി. ഫ്രഷ് തേങ്ങ കിട്ടാത്ത സ്ഥലങ്ങളിലാണെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഒരു 1 1/2 ടേബിൾ സ്പൂൺ ചേർക്കാം. ഇനി ഒരു കാര്യം കൂടി ചേർക്കാൻ പോകുന്നു, ഇച്ചിരിയുടെ മൂത്തിട്ട് ചേർക്കാതെ, അതായത് വെളുത്തുള്ളിയുടെയൊക്കെ നിറം കുറച്ചുകൂടി ഒന്ന് മാറാനുണ്ട്. തേങ്ങയും കുറച്ചുകൂടി ഒന്ന് മൂക്കട്ടെ. തീ വീണ്ടും ഞാൻ കൂട്ടി കൊടുത്തു. ഇത്രയും കുറച്ച് പുളി, ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വാളംപുളി ഇച്ചിരി, അതും കൂടി ചേർക്കാം. കുറച്ച് ഉപ്പ്. കളറൊക്കെ മാറാൻ തുടങ്ങുന്നു. സവാളയുടെയൊക്കെ വെളുത്തുള്ളി കളർ മാറി തുടങ്ങി. ഇനി ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ ചേർക്കുന്നു. അതായത് ഒരു 2 ചെറിയ ടൊമാറ്റോ എന്ന് തന്നെ പറയാം. വലുതാണെങ്കിൽ ഒരു വലുത്, അല്ലെങ്കിൽ 2 ചെറുത്, അല്ലെങ്കിൽ ഒരു മീഡിയം പ്ലസ് ഒരു ചെറുതായാലും കുഴപ്പമില്ല. ഇതെല്ലാം കൂടി ഒന്ന് റെഡി ആകട്ടെ. ടൊമാറ്റോയും കൂടി ഒന്ന് വാടി കുഴഞ്ഞ് വരണം. നോക്കിക്കോളൂ, ടൊമാറ്റോ എല്ലാം വാടി തുടങ്ങി, പെട്ടെന്ന് തന്നെ കുഴഞ്ഞ് കിട്ടും. ഉഴുന്നൊക്കെ നന്നായിട്ട് മൂത്ത് കഴിഞ്ഞു, എല്ലാം മൂത്തിട്ടുണ്ട്. തീ ഓഫ് ചെയ്യുന്നു. ഇനി നന്നായിട്ട് തണുത്തിട്ട് മിക്സിയുടെ ബൗളിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചട്നി കാര്യങ്ങളെല്ലാം പാകത്തിന് തണുത്തിട്ടുണ്ട്. ഇച്ചിരി കായപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഒരല്പം 1/4 ടീസ്പൂൺ കായപ്പൊടി, ഇത് മതി. ഇനി ഇതൊന്ന് അരച്ചെടുക്കട്ടെ. അപ്പോൾ ഇതൊരു പകുതി അരവിൽ അരഞ്ഞു. ഇനി ഇതിലൊരല്പം മുളക് പൊടിയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. വറ്റൽമുളക് ചേർത്തിട്ടുണ്ട്, എങ്കിലും ഒരു എക്സ്ട്രാ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി. അല്പം വെള്ളം കൂടി ഒഴിക്കാം. ഉപ്പ് നോക്കിക്കോട്ടെ, ഒരല്പം കൂടി ആകാം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി വേണം. അങ്ങനെ നല്ല സ്പൈസി ചട്നീസ് റെഡി. ഇത് മതി. ഓക്കെ, അപ്പോൾ ചമ്മന്തി റെഡി, സ്പൈസി ചമ്മന്തി. ഇനി നമ്മുടെ ദോശ, ഹൈ പ്രോട്ടീൻ ദോശ തുടങ്ങിയാലോ? അടുപ്പ് കത്തിക്കും. അപ്പോൾ ഇൻസ്റ്റൻറ്റ് ദോശയാണ്, പുളിക്കാൻ പാടില്ല. പുളിച്ചാൽ ആ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമ്മുടെ മാവിലേക്ക് കുറച്ച് ഉപ്പ് വേണ്ടേ? അപ്പോൾ ഉപ്പ് ചേർക്കാം, ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ വെള്ളമൊക്കെ ആവശ്യാനുസരണം നമുക്ക് ഇതിനാവശ്യമുള്ള രീതിയിൽ കൺസിസ്റ്റൻസി, അതിൽ ഒരു അയവ് തീരുമാനിക്കാം. വേറൊരു പാത്രത്തിലേക്ക് ഞാൻ മാവ് എടുത്തിട്ടുണ്ട്, അതിൽ കുറച്ചുകൂടി വെള്ളം ചേർത്തു. ഇനി ദോശക്കല്ല് നല്ല ചൂടായി കിടക്കുന്നു, അതിലേക്ക് കുറച്ച് നല്ലെണ്ണ തടവാം. ഒരുപാട് ലൂസാക്കാണ്ട് മാവ് എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ പരത്തി സ്പ്രെഡ് ചെയ്തെടുക്കാൻ പറ്റും. കനം കുറച്ച് നല്ലെണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ചുറ്റും ഉൾഭാഗത്തും. ഈ ഭാഗമൊക്കെ നന്നായിട്ട് വേകണം. കാര്യം നമ്മൾ തിരിച്ചിടില്ല, മടക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അടിഭാഗം നല്ല മുരിയും വേണം, സൈഡ്സൊക്കെ നല്ല മുരിഞ്ഞ് കിട്ടണം. നല്ലെണ്ണ എന്ന് പറഞ്ഞാൽ വളരെ ഹെൽത്തി ഓയിലാണ്, എള്ളിൻ്റെ എണ്ണ. ഇതിങ്ങനെ മുരിയാനായിട്ടുള്ള ടൈം കൊടുത്താൽ മതി. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ചട്നി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് വേണമെന്നില്ല, ആവശ്യാനുസരണം എടുത്താൽ മതി. ഒരു പകുതി ഭാഗത്തായിട്ടിങ്ങനെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് ചട്നി സ്പൈസി ചട്നി. ഇതിലേക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലും കൂടി കുറച്ച് നല്ലെണ്ണ ഇങ്ങനെ കൊടുക്കാം, സ്പ്രെഡ് ചെയ്ത്. പിന്നെ ഇനി എണ്ണ ഒട്ടും വേണ്ടാന്നുണ്ടെങ്കിൽ ഈ എണ്ണയുടെ പരിപാടി ഒഴിവാക്കാം, ഒരു പ്രശ്നമില്ല. പക്ഷേ ഇത് ഹെൽത്തി വേർഷനാണ്, ഹെൽത്തി ഓയിലാണിത്, നല്ലെണ്ണ അഥവാ ജിഞ്ചലി ഓയിൽ. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ അപ്പുറത്തെ സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് കഴിയുമ്പോൾ ഈ സൈഡ്സ് ഇങ്ങനെ സ്വന്തമായിട്ട് തന്നെ ഇങ്ങനെ വിട്ട് വരും. ഈ രീതിയിൽ എളുപ്പമാണ് മറിച്ചിടാനൊക്കെ. എന്നിട്ടിതിങ്ങനെ മടക്കി കൊടുക്കാം.
നമുക്ക് ആവശ്യത്തിന് മുരിഞ്ഞെന്ന് തോന്നുമ്പോൾ ഇത് എടുക്കാം. മതിയെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ നല്ല ക്രിസ്പിയാണ്. മസാല ദോശയൊക്കെ ചെയ്തു ഇതിങ്ങനെ എടുക്കുന്നു. ഓക്കെ, നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ ആദ്യത്തെ ദോശ ഐസ് റെഡി. ഇനി ബാക്കിയിരിക്കുന്ന മാവ് ഇതുപോലെ തന്നെ ദോശ ചുട്ടെടുക്കാം. ഇനി ഇതിൻ്റെ ചൂട് ക്രമീകരിച്ചിട്ട് മാത്രം വീണ്ടും ദോശ ചൂടാം. കാരണം നമുക്ക് പരത്തണം എന്നുണ്ടെങ്കിൽ ഓവർ ചൂടിൽ പറ്റില്ല. അപ്പോൾ ഒരു കൂളാക്കണം. അതിന് ഇച്ചിരി വെള്ളം തളിച്ചാൽ മതി. നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുന്നു. നേരത്തെ ചെയ്ത അതേ പ്രോസസ്സിലൂടെ തന്നെ നമ്മൾ കടന്നു പോകുന്നു. നല്ല ചൂടായിട്ട് കഴിച്ചാൽ കൂടുതൽ നല്ലത്. അപ്പം കഴിക്കാൻ ആൾക്കാർ വന്നിരിക്കുമ്പോൾ ചൂടുതാണ് ഏറ്റവും നല്ലത്. ഇത് ഡിന്നറിന് വേണമെങ്കിലാകാം, ബ്രേക്ക്ഫാസ്റ്റ്. ഞാനിപ്പോൾ ഡിന്നറിനാണ് കേട്ടോ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. മിക്സിയിൽ നിന്നും ചട്നി മാറ്റിയിട്ടില്ല, ഇതിൽ നിന്ന് തന്നെയാണ്. ചട്നി നല്ല അടിപൊളി സ്പൈസി ചട്നിയാണിത്. ആവശ്യാനുസരണം തേച്ചെടുക്കുക. കുറച്ച് വേണമെന്നുള്ളവർക്ക് കുറച്ച്. നല്ലെണ്ണയാണിത്, എടുത്തെടുത്ത് പറയുകയാണ് ഞാൻ. നല്ലെണ്ണ. ഓക്കെ, ഇങ്ങനെ മുരിഞ്ഞിനി ആ അടിഭാഗം ഒന്ന് മുരിയട്ടെ നന്നായിട്ട്. ഈ സൈഡൊക്കെ മുരിഞ്ഞ് തുടങ്ങി. കറക്റ്റ് മുരിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മടക്കിയിട്ട് എടുക്കുന്നു, അത്രേ ഉള്ളൂ. കഴിഞ്ഞു, അത്രേ ഉള്ളൂ. ദോശ പ്ലേറ്റിലേക്ക് മാറി. അപ്പോൾ ഇനി ബാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ ചെയ്യാം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ. ഓക്കെ, നമ്മുടെ ദോശ ഒരു 3 എണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിലായിട്ട് കുറച്ച് ഇത് ഞാനൊരു അഡീഷണലായിട്ട് വെക്കണമെന്നേ ഉള്ളൂ. ആവശ്യത്തിന് ചമ്മന്തി ഉണ്ട് ഇതിനകത്ത്, ദോശയ്ക്കകത്ത്. ഒരു 3 എണ്ണം മാത്രം ഞാനിപ്പോൾ ചെയ്ത് വെച്ചു. കാര്യം ഇത് നല്ല ചൂടായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന, ഒരുപാട് എല്ലാം കൂടി ഒന്നിച്ചുണ്ടാക്കുന്നില്ല ഞാൻ. ഇപ്പോൾ ഒരു 3 എണ്ണം ഞാൻ ഉണ്ടാക്കി. അതിന് സൈഡിലായിട്ട് ആവശ്യത്തിന് ചട്നി ഉണ്ടാകത്ത്, എങ്കിലും നല്ല സ്പൈസി ചട്നി ഇവിടെ സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ദോശയെല്ലാം 3 എണ്ണം ഞാൻ ചുട്ടിട്ടുള്ളൂ. ബാക്കി മാവുണ്ട്, ആവശ്യാനുസരണം ചുട്ട് കൊടുക്കണം ചൂടായിട്ട്. പിന്നെ ഇതിൽ നിന്ന് ഈ ഒരു അളവിൽ നിന്ന് ഒരു 12-13 ദോശ വരെ ഉണ്ടാക്കാം. ഞാൻ ഈ ഉണ്ടാക്കിയ സൈസാണെങ്കിൽ ഒരു 12 എണ്ണം എന്തായാലും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതനുസരിച്ചിട്ട് 6 എണ്ണം മതിയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി നോക്കിയിട്ട് ചെയ്യാം. 12 എണ്ണം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 4 പേരൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് 4-5 പേർക്ക് തികയും. ഇനി ഒരെണ്ണം എടുത്ത് കഴിക്കാൻ പോവാണ്. അത് നോക്കിക്കോളൂ. സ്പൈസി ചട്നിയൊക്കെ ചേർത്തത് ഇങ്ങനെയാണ് വരുന്നത്, ദോശയുടെ ഉൾഭാഗം. ഓക്കെ, ഒരെണ്ണം എടുക്കുന്നു. ഇനി പ്രത്യേകിച്ചൊരു ചമ്മന്തിയുടെ ആവശ്യം ഇതിൽ വരുന്നില്ല. ഇനി മുറിക്കട്ടെ. ഇങ്ങനെ കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മുറിക്കുമ്പോൾ അതിനകത്തുനിന്ന് വിത്ത് ചമ്മന്തിയാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. ആഹാ, അയ്യോ എന്ത് ടേസ്റ്റാ. നമ്മളറിയാതെ കഴിച്ചു പോകും. വെരി ടേസ്റ്റി, യമ്മി ദോശ വിത്ത് ചട്നി. ചമ്മന്തി ദോശ എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. ഇത് ഹൈ പ്രോട്ടീൻ ഹെൽത്തി ദോശ. എനിക്കെപ്പോഴും തോന്നുന്നത് നമ്മൾ ഹെൽത്തി വേർഷൻ ഓഫ് ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് പേരുടെ പരാതിയാണ്, ഹെൽത്തി ഫുഡിന് ടേസ്റ്റ് കുറവാണെന്ന് പറയും. അങ്ങനെയില്ല, ഹെൽത്തി ഫുഡ് ടേസ്റ്റി ആയിട്ട് നമുക്ക് ചെയ്യാമല്ലോ. അപ്പോൾ ഇത് നമ്മൾ ടേസ്റ്റി ആക്കി എടുക്കുകയാണ്. ഇതിപ്പോൾ നല്ല ടേസ്റ്റാണ്, ഒരു കുഴപ്പമില്ല. അങ്ങനെ ഹെൽത്തി അല്ല, അൺഹെൽത്തി അല്ല. കാര്യം ദോശ പ്രോട്ടീൻ റിച്ചാണ്, കാൽഷ്യം നിറയുണ്ട്, ഫൈബർ ഉണ്ട്, ഞാൻ പറഞ്ഞല്ലോ എല്ലാം കൂടി വരുന്നതാണ്. നമുക്ക് ഭയങ്കര നല്ലതാണ് നമ്മുടെ ഹെൽത്തിന്, വെയിറ്റ് ലോസിനും ഒക്കെ നല്ലതാണ്. നല്ലെണ്ണയും അതുപോലെ തന്നെ നമുക്ക് ഈക്വലി ഗുഡായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് നല്ലെണ്ണയൊക്കെ ആവശ്യത്തിന് ചേർത്തത്. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ചട്നിക്കകത്തുള്ള കാര്യങ്ങളൊക്കെ നല്ലതാണ്. തേങ്ങ പേരിന് വേണ്ടി ചേർത്തിട്ടുള്ളൂ. ബാക്കി ഇത് നല്ലൊരു കോംബോ ആണ്. ഉഴുന്നുണ്ട് അതിനകത്ത്, ഉഴുന്നും നല്ലതാണ്. ടേസ്റ്റ് നിങ്ങൾക്ക് നിർത്താനേ തോന്നില്ല, സത്യം ഞാൻ പറയുന്നത്. 2 കഴിക്കുന്നവർ 4 കഴിക്കും. വെരി ടേസ്റ്റി. ഉണ്ടാക്കി നോക്കൂ, ഇഷ്ടവും. ഫീഡ്ബാക്ക് തരാൻ മറക്കണ്ട. ഓക്കെ.
അപ്പോൾ ഞാനിത് സമാധാനമായിട്ട് കഴിച്ച് തീർക്കാം. അപ്പോൾ ഞാൻ എല്ലാവരോടും കൂടി പറയുകയാണ്, ഉണ്ടാക്കി നോക്കുക. നല്ല ഹെൽത്തി വേർഷൻ ഓഫ് ദോശയാണിത്. വെയിറ്റ് ലോസിനും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.